നാടകാവേശവുമായി പറക്കാട് ഗ്രാമം. പറക്കാട് കലാദീപം വായനശാലയുടെ വാർഷികാഘോഷത്തിന് അരങ്ങിലെത്തിക്കാനുള്ള നാടകത്തിന്റെ അവസാനവട്ട റിഹേഴ്സൽ പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 28-29 തീയതികളിലായി നടക്കുന്ന കലാദീപം വായനശാലയുടെ 64-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വായനശാല പ്രവർത്തകരും നാട്ടുകാരും അഭിനേതാക്കളായി എത്തുന്ന നാടകം അരങ്ങിലെത്തുന്നത്. ബാബു വയലത്തൂർ രചന നിർവഹിച്ച തപാൽ ശിപായി എന്ന നാടകമാണ് കലാദീപം നാടകവേദിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നത്. പുതുതലമുറയ്ക്ക് അന്യമായതും ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയുമായിരുന്ന വീടുകൾ തോറും കയറിയിറങ്ങി കത്തുകളും മണിയോർഡറുകളും എത്തിച്ചിരുന്ന തപാൽ ശിപായിയുടെ മനോവിചാരങ്ങളിലൂടെയാണ് നാടകത്തിന്റെ ഇതിവൃത്തം പുരോഗമിക്കുന്നത്. നാട്ടുകാർ തന്നെ അഭിനേതാക്കളായി അരങ്ങിലെത്തുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് നവീൻ പൈനിത്തടവും അനീഷ് ആളൂരുമാണ്. പ്രൊഫഷണൽ നാടകങ്ങളെ വെല്ലുന്ന രീതിയിലാണ് വാഗാ സ്വദേശികളും ശില്പികളുമായ ആര്യനും സൂര്യനും ഒപ്പം നന്ദനയും ചേർന്ന് നാടകത്തിന്റെ കലാസംവിധാനം നിർവഹിക്കുന്നത്. പറക്കാട് എന്ന ഗ്രാമം തന്നെ കഥാപശ്ചാത്തലമാകുന്ന നാടകത്തിൽ VP വിശ്വനാഥൻ, സുഷീർ പറക്കാട്, PB പ്രസന്നൻ, TK മുരളി, VA പ്രദീപൻ, ആദിശങ്കർ, ജയലേഖ മോഹനൻ, കൃഷ്ണേന്ദു, ബിന്ദു പ്രവീൺ, ജയ വിശ്വനാഥൻ എന്നിവരാണ് അഭിനേതാക്കളായി എത്തുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പ്രൊഫഷണൽ നാടകങ്ങളിലെ അഭിനേതാക്കളോട് കിടപിടിക്കാവുന്ന അഭിനയ ചാതുര്യമാണ് ഓരോ അഭിനേതാവും കാഴ്ചവെക്കുന്നത്. ലൈബ്രറിയുടെ 64-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആഗസ്റ്റ് 29 നടത്തുന്ന നാടകം രചന നിർവഹിച്ചിട്ടുള്ളത് ബാബു വയലത്തൂരാണ്. അതിൻ്റെ സംവിധായകർ നവീൻ പൈനിത്തടം, അനീഷ് ആളൂർ. ഈ നാടകത്തിൽ ഇവിടെ നമ്മുടെ ഈ നാട്ടിലെ 72 വയസ്സ് മുതൽ 17 വയസ്സ് വരെ അങ്ങനെയുള്ള ഒരു പറ്റം ആളുകൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. PM മിഥുൻ സംഗീത നിർവഹണം, അനീഷ് ആളൂർ ലൈറ്റ് ഡിസൈൻ എന്നിവരാണ് നാടകത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ. 29-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് നാടകം അരങ്ങിലെത്തുന്നത്. നാടിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ തന്നെ അഭിനേതാക്കളായി എത്തുന്ന നാടകത്തിന്റെ അവതരണത്തിനായി കാത്തിരിക്കുകയാണ് പറക്കാട് ഗ്രാമം. പിന്നെ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ചെറുപ്പക്കാരെല്ലാം ഇത്തരങ്ങളിലുള്ള കലാപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ മറ്റുള്ള രീതിയിലുള്ള ചിന്തകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇത്തരം നാടിൻ്റെ കൂട്ടായ്മയും അതിൻ്റെ ഒരു എന്താ പറയുക സാമൂഹികമായിട്ടുള്ളൊരു ഒത്തൊരുമയും ഒക്കെയാണ് നമ്മൾ ഇത്തരം നാടക പ്രവർത്തനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് നാടിന് ഗുണകരമാവുന്ന ഒരു കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.